അമിത്ഷാ കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രനോട് വളരെ സൗഹാർദ്ദത്തോടെയാണ് സംസാരിച്ചത്. മറ്റു പലരും പറയുന്നതൊന്നും തന്നെ ബാധിക്കില്ല എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രനോട് അമിത്ഷാ പറഞ്ഞതായി ശോഭ വിരുദ്ധ ക്യാമ്പുകൾ പോലും പറയുന്നു. അതിനർത്ഥം ശോഭാ സുരേന്ദ്രനെ BJP പ്രസിഡന്റ് ആക്കുമെന്നല്ല. ആ സാധ്യത അവിടെ നിലനിൽപ്പുണ്ട്. പക്ഷേ ശോഭയ്ക്കുള്ള ഈ നെഗറ്റീവ് പോയിന്റുകൾ ശോഭയുടെ സാധ്യതയെ ബാധിക്കാം. അതേസമയം ആ 3 പേർക്ക് അപ്പുറത്തേക്ക് മറ്റൊരു പ്രസിഡന്റ് ആയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പദവി ഏറ്റെടുക്കാമോ എന്ന് രാജീവ് ചന്ദ്രശേഖരോട് ഇടയ്ക്ക് അമിത്ഷാ ചോദിച്ചിരുന്നു. മടിയാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. രാജീവ് ചന്ദ്രശേഖരന് താല്പര്യമില്ല. ഒരു കോർപ്പറേറ്റ് CEO പ്രവർത്തിക്കുന്നത് പോലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയില്ലെന്ന് രാജീവ് ചന്ദ്രശേഖരൻ അറിയാം. മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരൻ ഒരുപാട് തിരക്കുകളുണ്ട്. ദൈനംദിന സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ താല്പര്യക്കുറവ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം രാജീവ് ചന്ദ്രശേഖരൻ പ്രസിഡന്റ് ആയ മതിയാവൂ എന്ന് മോദിയോ അമിത്ഷായോ നിർദ്ദേശിച്ചാൽ ഏറ്റെടുക്കാതിരിക്കുകയുമില്ല. അതുകൊണ്ട് ആ സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ ഒരാൾ മുരളീധരൻ തന്നെയാണ്. മുരളീധരനാണ് എക്കാലത്തെയും ഏറ്റവും സ്വാധീനമുള്ള BJPയുടെ കേരള നേതാവ്. പല നേതാക്കളും വന്നു പോയിട്ടുണ്ട്. പക്ഷെ മുരളീധരന് ദേശീയ നേതൃത്വത്തിലുള്ള അടുപ്പവും സ്വാധീനവും മറ്റൊരു നേതാവിനുമില്ല. മോദി അടക്കമുള്ള നേതാക്കളോട് ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. PL സന്തോഷ് എന്ന സംഘടനാ സെക്രട്ടറിയുടെ സന്തത സഹചാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ മുരളീധരന് വലിയ സ്വാധീനമാണ്.